എറണാകുളത്ത് എന്താണ് അവസ്ഥ? അശ്വിൻ പറയൂ. രാവിലെ മുതൽ തന്നെ സമരവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുള്ള ആളുകൾ ഇവിടെ സമരത്തിൽ തന്നെയാണ്. കോൺഗ്രസിന്റെ അനുകൂല സംഘടനയുമൊപ്പം CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും ചേർന്നുകൊണ്ടാണ് എറണാകുളം കളക്ട്രേറ്റിൽ രാവിലെ അവരുടെ സമര പണിമുടക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നുമില്ല. നിലവിൽ CPIയുടെ സംഘടന ആയ ജോയിന്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിലെ ഭൂരിപക്ഷം ആളുകളും പണിമുടക്കുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർണ്ണമായും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ എറണാകുളം കളക്ട്രേറ്റിൽ മറ്റ് സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരെത്തുന്നത് വലിയ തടസ്സമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ജീവനക്കാരെത്തുന്നുണ്ട്. അവർ പഞ്ച് ചെയ്ത് ജോലിക്ക് കയറുന്നുമുണ്ട്. രാവിലെ 10:15 വരെയാണ് പഞ്ചിങ് സമയമുള്ളത്. അതിനുശേഷം എത്ര ശതമാനം ജീവനക്കാർ ജോലിക്ക് എത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും വലിയ ജോലിയുമായി ബന്ധപ്പെട്ട് പണിയുമായി ബന്ധപ്പെട്ട് ഈ പണിമുടക്ക് അത്ര കണ്ട് എറണാകുളം കളക്ട്രേറ്റിനെ ബാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം നിർബന്ധിച്ച് ജീവനക്കാരെ പണിക്ക് കയറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെ വലിയ സുരക്ഷ എറണാകുളം കളക്ട്രേറ്റിലുണ്ട്. വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. എന്തായാലും സമരം ചെയ്യുന്ന ആളുകൾ വരുന്ന ജീവനക്കാരോട് ഇന്ന് ജോലിക്ക് കയറരുത്, നമ്മുടെ ആവശ്യത്തിനാണ് സമരം എന്നൊക്കെ പറഞ്ഞവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ആളുകൾ കൃത്യമായി ജോലിക്ക് എത്തുന്നുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ ഇതിനോടകം തന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചു. ഒരു വിഭാഗം ആളുകൾ, ചില സംഘടനാനുകൂലികളായ ആളുകൾ മാത്രമാണ് നിലവിൽ സമരവുമായി രംഗത്തുള്ളത്. അശ്വിൻ പാലാഴി, കൊല്ലത്ത് റോഡരികിൽ കെട്ടിയ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുമായി ഒരു ചെറിയ സംഘർഷം ഉണ്ടായെന്ന് അരുൺ രാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, കോടതി ഉത്തരവ് പ്രകാരമാണ് ഇത് ഈ സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയത് എന്നാണ് പോലീസ് പറയുന്നത്. അരുൺ രാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ രാജ്, സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയത് തൊഴിലാളികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് തുടങ്ങി ഈ മിനിറ്റുകൾക്കകം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോൾ നിലവിൽ ഈ റോഡരികിൽ കെട്ടിയിരുന്ന സമരപ്പന്തലാണ് പൊളിച്ചു നീക്കിയത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇതിൽ നടപടി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ ഈ റോഡരികിൽ പന്തൽ കെട്ടി അതുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം നിലപാടിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് വിന്യാസം അത് ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിലെല്ലാം തന്നെ പോലീസിന്റെ വിന്യാസം കൂടി ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തേക്ക് ഇവിടെ എത്തിച്ചു ചേർത്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത്. ഈ സമരം കൂടുതൽ ശക്തമാക്കുകയാണോ? സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ജീവനക്കാരന് ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ധർമ്മസമരത്തെ ഓഫീസുകളിൽ ഒപ്പിട്ട് വന്നിട്ട് പോലീസിന്റെ സഹായത്തോടെ പരാജയപ്പെടുത്തുവാൻ NGO യൂണിയന്റെ കുറച്ച് ഗുണ്ടകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ ചെറുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. റോഡിലേക്ക് സമരം പോകരുത് എന്നുള്ളതാണോ? റോഡിലേക്ക് ഞങ്ങൾ സമരത്തെ വ്യാപിപ്പിക്കാൻ പോകുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ സമരത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ ശ്രമവും നടക്കുന്നു. യൂണിഫോം ഇട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ സമരത്തെ നോക്കിക്കണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻകാരന് വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. ജോയിന്റ് കൗൺസിലുകാരന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. കേരളത്തിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ ഒപ്പിട്ടിട്ട് ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് ഇവിടെ വന്ന് നിന്നുകൊണ്ട് നിൽക്കുന്ന ഇവരെ ഓഫീസിലേക്ക് കയറ്റി വിടുവാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ജീവനക്കാരെ ഇന്ന് ഈ സമരത്തെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തുള്ള നടപടി അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഈ സംഘടനകളടക്കം മുന്നോട്ട് വെക്കുന്നത്. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഈ സമരത്തെ നേരിടാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ഈ പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ നേരിടുകയാണോ? ഇക്കാര്യത്തിൽ പോലീസ് അടക്കം വലിയ പോലീസ് വിന്യാസം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ പോലീസ്